അമ്മ ഇടയ്ക്ക് എന്നോട് ചോദിക്കുമായിരുന്നു, എടാ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിനൊക്കെ തലേദിവസം പോകേണ്ടി വരുമായിരിക്കും. ഞാൻ ഷുവറായിട്ട് പോകേണ്ടി വരും. 2 വർഷം കൊണ്ട് 1,11,000 കിലോമീറ്റർ ഓടിയ 90,000 കിലോമീറ്ററിൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത ഒരു ടാറ്റ നെക്സോൺ EV ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു EVയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും, നമ്മുടെ മെയിൻ ഡൗട്ട് അവിടെയാണ്. ഈ ബാറ്ററി മാറി വെക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ നിന്ന് എത്രമാത്രം രൂപ ചിലവാകും, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ EV സംബന്ധിച്ചുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഈ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ യൂസർ നമ്മുടെ കൂടെ ഉണ്ട്, നിതിൻ ചേട്ടൻ. വെൽക്കം. അപ്പോൾ ചേട്ടൻ മണിമല സ്വദേശിയാണ്, നമ്മുടെ കോട്ടയത്തെ. അപ്പോൾ ചേട്ടനായിട്ട് ഇങ്ങോട്ടേക്ക് നമ്മളോട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വണ്ടി കയ്യിലുണ്ട്, ഒരു യൂസർ എക്സ്പീരിയൻസ് എടുക്കാൻ നമ്മളോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞാണ്. അപ്പോൾ എനിവേ താങ്ക് യു, നമുക്കൊരു പുതിയ കണ്ടന്റ് ആയി. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും കിലോമീറ്ററായി, ഇത്രയും വർഷമായി, പിന്നെ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും കൺസേൺ ഉള്ളൊരു കാര്യമാണ്. കാര്യം ഒരു EV വണ്ടി നമ്മൾ എടുക്കുമ്പോൾ വണ്ടിയുടെ പകുതി വില ബാറ്ററിക്കാണ്. അപ്പോൾ ചേട്ടൻ, അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ തന്നെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാറ്ററി റീപ്ലേസ് ചെയ്ത ആ ഒരു സമയവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സർവീസ് കോസ്റ്റ്, അങ്ങനത്തെ കാര്യമൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് സർവീസ് കോസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 20 ദിവസം നമുക്ക് സമയമെടുത്തു. പക്ഷെ നമുക്ക് വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വണ്ടി അവർ തിരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി തന്നു. എന്നിട്ട് ബാറ്ററി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തത്. എന്ത് സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്ക് ബാറ്ററി മാറേണ്ടി വന്നത്? എനിക്ക് 14% ലിംബ് മോഡ് വരുന്നുണ്ടായിരുന്നു, അതായത് ലോ പെർഫോമൻസ് മോഡിലോട്ട് വരുന്നുണ്ടായിരുന്നു. അത് വന്നപ്പോഴാണ്, അത് പിന്നെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കൊണ്ട് കാണിച്ച്. പക്ഷേ അന്നേരം ബാറ്ററി ഭയങ്കര ഡിലേ ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ കുറേ ഓടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മൾ വാറണ്ടിയൊക്കെ കിലോമീറ്റർ മാറി മാറി പോകുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ബാറ്ററി മാറാൻ വേണ്ടി അവരുടെ അടുത്ത് തന്നെ ചെല്ലുമായിരുന്നു. വാറണ്ടി പീരീഡിലായതുകൊണ്ട് കയ്യിൽ നിന്ന് കാശൊന്നും മുടക്കി. നമ്മൾ നോർമലി ബാറ്ററി സൈഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സെൽ വൈസ് ആണല്ലോ മാറുന്നത്. ഇതിപ്പോ നമുക്ക് ഫുള്ളി മാറി കിട്ടി. ഫുൾ ബാറ്ററി, പുത്തൻ ബാറ്ററി തന്നെ ആയിട്ട് റീഫർബിഷ്ഡ് അല്ലല്ലേ? നവംബർ 14 മാനുഫാക്ചർ ചെയ്ത ബാറ്ററിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി വാറണ്ടി ആയിരിക്കും, പുതിയ ബാറ്ററി ആണല്ലോ, ബാലൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പൊ 2 വർഷത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ അടുത്ത്. പോരാത്തതിന് 1,11,000 കിലോമീറ്റർ. അപ്പൊ ഇത്രയും ഒരു ഇപ്പൊ ആദ്യമായിട്ട് എന്തുകൊണ്ട് നെക്സോൺ EVയിലേക്ക് വന്നു? സ്വാഭാവികമായിട്ടും ഡീസൽ കോസ്റ്റ്, അത് മാത്രമാണ് മെയിൻ കാര്യം. ഓക്കെ. അപ്പൊ ചേട്ടൻ ഡെയിലി എന്നാ ഒരു ദൂരം ഞാൻ ഡെയിലി ഒരു 120-130 കിലോമീറ്റർ ഓടിക്കുന്ന ആളാണ്, കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ ആദ്യത്തെ വണ്ടി ഏതായിരുന്നു? നെക്സോൺ തന്നെയായിരുന്നു. നെക്സോണിന്റെ മറ്റേ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഓക്കെ. ഡീസൽ അടിച്ച് മടുത്ത് നമ്മൾ നിർത്തി. അപ്പൊ അങ്ങനെ നമ്മള് നെക്സോൺ EVയിലേക്ക് എങ്ങനെ വന്നു? നെക്സോൺ EV എന്ന് പറഞ്ഞാൽ അന്ന് ആ വില കുറവിൽ കിട്ടുന്ന ഒരു വണ്ടി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിലക്കുറവല്ല, എന്നാലും ബാക്കി വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടി. ഓക്കെ. അപ്പം മറ്റേ ആ ഒരു നെക്സോൺ എത്ര നാൾ ഉപയോഗിച്ചാണ്? അത് 1 വർഷം ഉപയോഗിച്ചായിരുന്നു, 30,000 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ അത്രയും നാള് ഒരു ഫ്യൂവൽ അടിച്ചോടുന്ന ഒരു വണ്ടി യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു EVയിലേക്ക് ചേഞ്ച് ചെയ്തപ്പോഴത്തേനും സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുള്ള കുറെ ഡൗട്ടുകളോ കുറെ പേടികളൊക്കെ കാണും. ആദ്യം നല്ല പേടിയായിരുന്നു. അപ്പൊ ഇത് എടുത്തിട്ട് ആദ്യം പോയ ലോങ് ആയിട്ടുള്ള ഒരു യാത്ര ഏതായിരിക്കും? ലോങ് ഒരു എനിക്ക് കോട്ടക്കിൽ പോയതാണ്. ലോങ് എങ്ങനെയുണ്ടായിരുന്നു ആ പേടിച്ചുള്ള? വളരെ സമയമെടുത്താണ് പോയത്. ഏകദേശം എനിക്ക് തോന്നുന്നു 8-9 മണിക്കൂർ എടുത്ത് കോട്ടക്കിലല്ലേ. ഓക്കെ. എന്നിട്ട് അത് ഫുൾ ഫാമിലി ആയിട്ട് അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇടയ്ക്ക് എന്നോട് ചോദിക്കുമായിരുന്നു, എടാ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിനൊക്കെ തലേദിവസം പോകേണ്ടി വരുമായിരിക്കും. ഞാൻ ഷുവറായിട്ട് പോകേണ്ടി വരും. പിന്നെ ആയപ്പോൾ നമ്മള് എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ളൊരു ഐഡിയ ആയി. പിന്നെ നമ്മള് EVയുടെ ഒരു ഗ്രൂപ്പ് വന്നപ്പം നമുക്ക് ആൾക്കാർ ഇഷ്ടം പോലെ അപ്പം ചോദിക്കാൻ ആളായി. ഏത് റൂട്ട് പോലെ സപ്പോർട്ട് ഗൈഡൻസ് പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ ഇപ്പൊ ആ 2 വർഷം മുന്നത്തെയും പിന്നെ ഇപ്പത്തെ ഒരു അവസ്ഥയും വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചാർജിങ് സ്റ്റേഷൻസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ യാത്ര ഏറ്റവും കൂടുതൽ അലട്ടിയ പ്രശ്നം ഒരു പക്ഷേ ചാർജ് തീർന്നാൽ എവിടെ അടുത്ത ചാർജ് ചെയ്യാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും ഒരു ടെൻഷനുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്കും അറിയത്തില്ല എവിടെയാ ചാർജിങ് സ്റ്റേഷനുള്ള, ഏതാ ആപ്പ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം പിന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷനും ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്താണെങ്കിൽ പോലും ഇഷ്ടം പോലെ ഉണ്ട്. യാത്രകൾ ചെയ്യുമ്പോൾ അത്ര പേടി തോന്നാറില്ല. ഓക്കെ. ഇത്രയും ഒരു 2 വർഷത്തിനുള്ളിൽ ഇത്രയും കിലോമീറ്റർ ഓടിയതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയൊരു സിറ്റുവേഷൻ എന്തെങ്കിലും? ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, വഴി കിടന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ്. ഓക്കെ. വഴി കിടത്തിയിട്ടില്ല. അപ്പം ഞാൻ പറയട്ടെ, വഴി കിടക്കാത്ത മെയിൻ കാര്യം ഇപ്പം ലോങ് പോയാലും നമ്മളൊരു കറക്റ്റ് പ്ലാനിങ്ങിൽ പോകുന്നുണ്ടല്ലോ വഴി കിടക്കാതെ. കാര്യം ചാർജ് കറക്റ്റ് ആയിട്ട് അത് മാത്രമല്ല, ചിലർക്കൊക്കെ എന്നാന്ന് വെച്ചാൽ ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഹൈ വോൾട്ടേജ് എറർ അടിക്കുക, അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് എറർ അടിക്കുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് എനിക്കൊരു നെഗറ്റീവ് ഇല്ല. ഓക്കെ ഓക്കെ. അത് തന്നെയല്ല, നമുക്ക് ന്യായമായിട്ടുള്ള മൈലേജ്, നമ്മുടെ ഡെയിലി യൂസിനുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് നെക്സോൺ EV പ്രൈം ആണ്.
അതുപോലെ ടയർ മൈലേജ് ഉണ്ട്, എല്ലാ രീതിയിലും നമ്മൾ വളരെ ഹാപ്പിയാണ്. ടയർ മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ടയർ മാറിയത് 73,000 കിലോമീറ്ററിനാണ്. അത്രയും ഓടിയിട്ട് മാറി. ഓക്കെ ഓക്കെ. ഈ ടയർ തന്നെ 44 കിലോമീറ്റർ കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ വണ്ടിയുടെ റേഞ്ചിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ കമ്പനി എത്രയാ പറയുന്നത്? 320-315. ചേട്ടൻ എത്ര കിട്ടി? 200 കിലോമീറ്റർ 220 കിലോമീറ്റർ നമ്മുടെ ഇവിടുത്തെ ഓട്ടത്തിന്. ലോക്കലോട്ട് ലോങ് ഒക്കെ പോവാണെങ്കിൽ 240-250 ഒക്കെ സുഖമായിട്ട് കിട്ടും. ഓക്കെ ഓക്കെ. ഇവിടെ നമുക്ക് അത്ര കിട്ടത്തില്ല. കൂടുതൽ ഇപ്പൊ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാറുണ്ടായിരിക്കും, കൂടുതലും ചാർജ് ചെയ്യും. അപ്പൊ യാത്രകളാണ് നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യും. ഇപ്പൊ നോർമലി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അടുപ്പിച്ച് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് നല്ലതല്ല. ടാറ്റ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ള വണ്ടിക്കാർക്കൊന്നും ആ പ്രശ്നങ്ങളില്ല. ഞാനും എനിക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ എവിടെ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇന്ന ചാർജിങ്ങൊന്നും നോക്കാറില്ല. ഞാൻ ചെന്നൈ പോയപ്പോഴാണെങ്കിലും 5-6 പ്രാവശ്യം കൊണ്ട് ഫുൾ ഫാസ്റ്റ് ചാർജ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. വേറെ ഇഷ്യൂ ഒന്നും. അപ്പൊ നമ്മൾ ആ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് എത്ര ടൈം എടുക്കും? ഒരു 1.5 മണിക്കൂർ എടുക്കും. 1.25 ഫുൾ ചാർജ് 100% ആവും. ഓക്കെ. അപ്പൊ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനാണ് നമുക്ക് ചേട്ടൻ തന്നെ പറഞ്ഞ പോയിന്റ്. അതാണ് നമ്മുടെ ലാഭം. പക്ഷേ ഡീസൽ വണ്ടി എടുക്കുന്നവർ അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടേ എന്നുള്ള ടെൻഷൻ അവർക്കുണ്ട്. നമ്മൾ ആ സമയം നമുക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് നമ്മുടെ പോക്കറ്റിൽ കാശ് വെക്കുന്നത്. ബങ്കിൽ കയറിയ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് പെട്രോൾ അടിച്ചു. പക്ഷേ ഭാവിയിൽ അങ്ങനത്തെ ബാറ്ററികളൊക്കെ വരാം. അതെ. അപ്പൊ പക്ഷെ നമ്മൾ ആ ഒരു 5 മിനിറ്റിൽ കയറിയിട്ട് പെട്രോൾ അടിക്കുന്നത് ആയിരങ്ങൾക്കായിരിക്കും. അതാണ് വ്യത്യാസം. ഞാൻ എൻ്റെ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മണിമലയിൽ നിന്ന് കണ്ണൂർ വരെ പോയിട്ട് വരാണ്ട് എനിക്കൊരു 1200-1500 ഇടയ്ക്ക് പൈസ ചിലവാകാറുള്ളൂ. ഓ, അത്രയും ദൂരം പോയിട്ട് തിരിച്ചു വന്നതാണ്. ഓക്കെ. ആ ഇപ്പൊ ചേട്ടൻ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയത് ഏതായിരിക്കും? ഞാൻ ഡിണ്ടിഗലിൽ നിന്ന് മണിമലയ്ക്ക് വന്നതാണ്. ഒരു 242 കിലോമീറ്റർ ഒറ്റ ചാർജിങ്ങിൽ എത്തി. ഇവിടെ എത്തുമ്പോഴും എനിക്ക് തോന്നുന്നു 50 കിലോമീറ്റർ കൂടെ പോകാനുള്ള ചാർജ്. പെട്രോളോ ഡീസലാണ് എത്ര രൂപ കയ്യിൽ നിന്ന് പറഞ്ഞു. അപ്പം എന്നാ വെച്ചാൽ കുറേ കൂടെ ടൈം ലാഭിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാശുണ്ടെങ്കിൽ ടൈം ലാഭിക്കാം. കോംപ്രമൈസ് ചെയ്യണം, ഏതെങ്കിലും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം. ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഈ റെസ്റ്റോറന്റിന്റെ ഒക്കെ അടുത്ത് ചാർജിങ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കാൻ കയറുന്ന സമയത്ത് ഒത്തിരി എണ്ണം ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ കാട്ടിലൊക്കെ ആയിരുന്നു ചാർജിങ് സ്റ്റേഷൻ, ആരും ഇല്ല അവിടെ. ഓക്കെ. അപ്പൊ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോഴത്തേനും എത്ര ടൈം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ? ഒരു 7-8 മണിക്കൂർ വരെ. നമ്മുടെ വോൾട്ടേജ് പോലെ ഇരിക്കും. ഓക്കെ. അപ്പോൾ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോഴത്തേനും ഈ EV വരുന്നതിന് മുന്നേ ഉള്ള കറണ്ട് ബില്ലും EV വന്നതിന് ശേഷമുള്ള കറണ്ട് ബില്ലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. 13 രൂപ ഇപ്പം വരുന്നുണ്ട്. ഈ ഒരു 13 രൂപ വരുന്നതിൽ ഈ EVയുടെ പേരിൽ എത്ര? ഒരു 7,000-8,000 ഇടയ്ക്ക് മാക്സിമം പോകുന്നുണ്ടാവും. കാരണം വെച്ചാൽ ഞാൻ 2 മാസം കൂടുമ്പോൾ ഒരു 8,000 കിലോമീറ്ററിന് മേളിൽ വണ്ടി ഓടുന്നുണ്ട്. അപ്പൊ ഇത്രയും ബില്ല് കൂടിയാൽ അതിനുള്ള ഓട്ടം ഓടുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഫ്യൂൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ലാഭം. അപ്പൊ നമ്മൾ ഇപ്പം നോക്കുമ്പോൾ തന്നെ ഒരു EV എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡീസൽ അല്ലെങ്കിൽ പെട്രോളിന് ഉപയോഗിക്കുന്ന കാശ് ലാഭം എന്നുള്ള രീതിയാണ്. അതിലുപരി ചേട്ടൻ എന്തെങ്കിലും ഒരു EV എടുത്തതിന്റെ പേരിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡ്രൈവിംഗ് കംഫോർട്ട് ഏത് EV ആണെങ്കിലും മറ്റേ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും സുഖമാണ് വണ്ടി. അത് എല്ലാ ഈ ടാറ്റ എന്ന് മാത്രമല്ല എല്ലാ EVക്കും നല്ല സുഖമാണ്. വേറെ ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നിയാൽ പിന്നെ ടയർ മൈലേജ് കൂടുതൽ കിട്ടുന്നു. ബാക്കി അങ്ങനത്തെ വേറെ ഈ മറ്റേ വണ്ടികളുമായിട്ടുള്ള ഇതിനകത്ത് ഡ്രൈവിംഗ് കംഫോർട്ടാണ് മെയിനായിട്ട്. ഇപ്പം നമുക്ക് റീജനറേഷൻ്റെ സൈഡ് പറയുമ്പോഴത്തേനും എങ്ങനെയുണ്ട്? റീജനറേഷൻ അത് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ കയറുള്ളൂ. അത് നല്ല ഇറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് 3-ലൊക്കെ ഇട്ടാൽ വല്ല പ്രയോജനമുള്ളൂ. ലെവലായിട്ടുള്ള റോഡ് ഞാൻ ഓഫാക്കി ഇട്ടിട്ടാണ് ഓടിക്കുക. അപ്പോൾ എനിക്ക് അതാണ് മൈലേജ് കൂടുതൽ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വഴി കിടത്താത്തതുകൊണ്ട് തന്നെ EVയുടെ സൈഡിൽ ചേട്ടൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും ഒരു നെഗറ്റീവ് തോന്നിയിട്ടുണ്ടാവില്ലേ? നെഗറ്റീവ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഫാമിലിയായിട്ട് പോകുമ്പോഴോ അല്ലാതെ തന്നെ പോകുമ്പോഴോ ഇതുവരെ ഒരിക്കലും ഞാൻ വഴി കിടന്നിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വണ്ടി ഫുൾ 100% ഹാപ്പിയാണ്. പിന്നെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബാക്കിലത്തെ AC-യുടെ ഒരു വെൻ്റ് ഉള്ളത് നമുക്ക് താഴെ ആയതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് അത്ര പ്രയോജനപ്പെടുന്നില്ല. പിന്നെ സർവീസ് സെൻറ്ററിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായ പുള്ളിയുടെ മോട്ടർ മാറി വെച്ചു. പക്ഷേ മോട്ടറിൻ്റെ കുഴപ്പമില്ലായിരുന്നു, വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരുന്നു ഒച്ച കേട്ടോണ്ടിരുന്നു. പുള്ളി ഫ്രണ്ടിൽ നിന്ന് ഒച്ച കേൾക്കെന്ന് പറഞ്ഞ് ചെന്നേ ഉള്ളൂ. അവർ എഞ്ചിൻ മോട്ടർ മാറി കൊടുത്തു. അതും പുള്ളി കുറേ നടന്നിട്ടാണ് മോട്ടർ മാറി കിട്ടിയത്. അപ്പോൾ പിന്നീട് ഇപ്പം നമ്മൾ EVയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആൾക്കാരുടെ മെയിൻ കൺസേൺസ് പോകുന്നത് ഒന്ന് ഈ ബാറ്ററിയുടെ വില മാറി വെക്കേണ്ട സൈഡിലേക്ക് വരുമ്പോഴത്തേനും, പിന്നെ ഉള്ളത് ഇപ്പം ബാക്കി ഒരു ഇപ്പം പെട്രോൾ ഡീസൽ വണ്ടി എടുത്താൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വിൽക്കണം എന്ന് തോന്നിയാൽ റീസെയിൽ വാല്യൂ നമുക്ക് കിട്ടും. അപ്പം EVയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉപയോഗിച്ച് തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അതെ. കാരണം വെച്ചാൽ ഈ വണ്ടി മേടിച്ച വിലയ്ക്ക് ഇപ്പം പുത്തൻ വണ്ടി കിട്ടും.
അപ്പം പിന്നെ ആരെങ്കിലും പഴയ വണ്ടിയെ ഓപ്റ്റ് ചെയ്യുമോ? നല്ല ഓട്ടം നല്ല ഓട്ടമുള്ള എടുത്ത് നമ്മൾ ഉപയോഗിച്ച് മാറ്റി മാറി ഇനി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക, സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കാലങ്ങളും ഉപയോഗിക്കാം. അതെ, ഒരു 5 വർഷം ഉപയോഗിച്ച് മാക്സിമം മുതലാക്കുക. ഓട്ടം ഉള്ളവർ എടുക്കണം അല്ലേ? എടുക്കണം. ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ നമുക്ക് തട്ടിയാലും മുട്ടിയാലും അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ആർക്കും ഉണ്ടായതായിട്ട് കേട്ടിട്ടുമില്ല. അതൊരു ധൈര്യമാണ്. നെക്സോണിന്റെ തന്നെ ഇപ്പൊ EV ഉണ്ട്, ഇതിന് മുന്നേ ഡീസലും ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടിന്റെയും സർവീസ് നടത്തിയോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു റേറ്റ് കമ്പാരിസൺ? നെക്സോണിന്റെ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് മാറാണ്ടൊന്നുമില്ല, ഓയിൽ മാത്രമേ ഉള്ളൂ മാറാൻ. അതെല്ലാം 30,000 പറയുന്നത്. 30,000 സർവീസിന് ഒരു 4,000 to 5,000 ഇടയ്ക്കേ വരുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആവശ്യമില്ലാതെ ഒരു സാധനവും ഞങ്ങളുടെ മാറുകയില്ല. കാരണം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, EV ഓണേഴ്സിന്റെ മാത്രം ഓൾ കേരള ഗ്രൂപ്പാണ്. അതെ അതെ അതെ, ഇവോക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ ശരിക്കും ഇവോക്ക് തറവാടെന്നാണ് അതിന് പറയുന്നത്. കേരളത്തിൽ എവിടെ ചെന്നാലും ഞങ്ങൾ വഴി കിടക്കുകയില്ല, അത് 100% ഉറപ്പാണ്. ഞങ്ങളുടെ ആരെങ്കിലും ഗ്രൂപ്പിലുള്ള ആരെങ്കിലും കാണും. എല്ലാ ഗ്രൂപ്പിലും വരെ ചെയർമാനുണ്ട്. കോട്ടയം ഗ്രൂപ്പിലെ ചെയർമാനാണ് ഞാൻ. അപ്പം ആദ്യം ചെയർമാനെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം നമ്മൾ ആ പ്രശ്നം എവിടെയാണോ അവിടെയുള്ള അടുത്തുള്ള ആളെ വിളിക്കും. ഒന്നവിടെ വരെ ചെല്ലണം, ഉറപ്പായിട്ടും ആൾ ചെല്ലും അവിടെ. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന EV ഓണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രൂപ്പിലോട്ട് നമ്പർ തരാം. ഞങ്ങളുടേത് എന്നാന്ന് വെച്ചാൽ വെറും ഗ്രൂപ്പ് മാത്രമല്ല, സംഘടനയും കൂടെയാണ്. അപ്പം ഞങ്ങളുടെ സംഘടനയിൽ കയറണമെന്നുണ്ടെങ്കിൽ 100 രൂപ ജോയിനിങ് ഫീസും 500 രൂപ സബ്സ്ക്രിപ്ഷനുമാണ്. പിന്നെ ഗുണമുണ്ട്. വണ്ടി EV ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കേരളത്തിലെ ഏത് മൂലയ്ക്ക് പോയാലും സപ്പോർട്ട് കിട്ടും. അതിന് കാസർഗോഡ് ആയിക്കോട്ടെ, തിരുവനന്തപുരത്ത് അങ്ങേറ്റത്തായിക്കോട്ടെ കിട്ടും ഉറപ്പായിട്ടും. അത് മാത്രമല്ല, സർവീസ് കോസ്റ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആൾക്കാർക്ക് പറയാൻ പറ്റും ഇന്ന ഇത്ര രൂപ എനിക്കായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സർവീസ് സെൻ്ററിൽ എന്ന് പറയുമ്പോൾ അവർക്കും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, എന്റെ സർവീസിന് ആ റേറ്റ് ആയി. ഇവോക്കിന്റെ സ്റ്റിക്കർ കാണുന്ന വണ്ടിക്ക് പ്രയോറിറ്റി കിട്ടാറുമുണ്ട് എല്ലാ സർവീസ് സെന്ററിലും. പറ്റിക്കാൻ പറ്റത്തില്ല, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നുള്ള അവർക്കും അറിയാം. കാരണം ആദ്യ സമയങ്ങളിലൊക്കെ ടാറ്റയ്ക്ക് വഴി കിടക്കാത്ത വണ്ടികൾ എണ്ണം കുറച്ചുകൊണ്ടിരുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരും വഴി കിടക്കുകയില്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ EV എടുക്കാനായിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡെയിലി ഒരു 100-150 കിലോമീറ്റർ ഓട്ടം ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതായിരിക്കും അല്ലേ? ഫ്യൂവൽ കോസ്റ്റ്, പിന്നെ വരുന്ന സർവീസ് എല്ലാം ബാക്കി എല്ലാ രീതിയിലും നോക്കുമ്പോൾ യാത്രാ കംഫോർട്ട്. EV ഓടിച്ചാൽ പിന്നെ ഈ വേറെ ഒരു വണ്ടിയിലോട്ട് ചിന്തിക്കുക പോലും ഇല്ല. കാരണം അത്ര സുഖമാണ്. നമ്മൾ പിന്നെ എന്നാന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മളും കൂടെ ഒന്ന് ഉറങ്ങിപ്പോകും. അതൊക്കെ വേറെ ഒച്ചപ്പാടൊന്നും ഇല്ലല്ലോ. അതെ. അപ്പം എന്തായാലും ഈ 2 വർഷം, പിന്നെ അതുപോലെ തന്നെ 1,11,000 കിലോമീറ്റർ, പിന്നെ നമ്മൾ മെയിൻ ഇന്നത്തെ ഹൈലൈറ്റ് ബാറ്ററിമായ സംഭവമായിരുന്നു. അപ്പം ഇതാണ് ചേട്ടൻ ഈ 2 വർഷത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും മുന്നോട്ടേക്ക് നല്ലപോലെ കൊണ്ടുനടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചേട്ടൻ ബാറ്ററി മാറിയത് വാറണ്ടി പീരീഡിലായതുകൊണ്ട് ചേട്ടന് കയ്യിൽ നിന്ന് കാശൊന്നും മുടക്ക് വന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ, ഇപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് ബാറ്ററി വൈസ് എന്തെങ്കിലും നിങ്ങൾക്ക് വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ നിങ്ങൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് പറയാം. നമുക്ക് നിങ്ങളുടെയും ഒരു യൂസർ എക്സ്പീരിയൻസ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തൊരു കമൻറ്റ് ഇട്ടേക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.